എന്നിട്ട് എന്റെ ഡ്രസ്സ് ഇവക്ക് വേണം, എന്റെ പൂ ഇവളുടെ കൊച്ചിനും വേണം. മനുഷ്യ എന്റെ ഇവിടെ മുണ്ട് ഷർട്ട് ഇടണ്ടേ? എവിടെ നിങ്ങളുടെ മുണ്ട് ഷർട്ട്? കല്യാണം ഒന്നുകൂടെ കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഉമ്മച്ചിയുടെ സാരി കേട്ടാ ഇത്. ഇപ്പോഴാണ് ശരിക്കും കല്യാണം വരാൻ തോന്നുന്നുണ്ട്. ലൈറ്റ് ഒക്കെ വന്നാലും നമുക്കൊരു കല്യാണ വൈബൊക്കെ വരുന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ ദിവസം എന്താ, നാട്ടിലെത്തി. ഫസ്റ്റ് ഡേ ആണ്. രാവിലെ വന്ന് ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങി എണീറ്റ് പിന്നെ ഇവിടെ ഫുൾ ഓട്ടം ബഹളൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ ഒരാളിങ്ങനെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഒരാളാട്ടോ. ആളെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, കുറേ നാളായില്ലേ കണ്ടിട്ട്. കാണിച്ചു തരാട്ടാ. നമ്മുടെ ബ്രൈഡാണ് കേട്ടോ. ബ്രൈഡ് സ്വന്തമായിട്ട് ഞാൻ ബ്രൈഡാണെന്ന് പറഞ്ഞു. ഇവരാരും എന്നെ ബ്രൈഡായിട്ട് അംഗീകരിക്കുന്നില്ല, ആരും പരിഗണിക്കുന്നില്ല. എന്റെ ഡ്രസ്സൊക്കെ എടുത്തിടുന്ന്, എന്നെ ഒരുക്കാണ്ട് തനിയെ ഒരുങ്ങുന്ന്, അങ്ങനെയൊക്കെയാണോ സാധാരണ വീടുകളിലൊക്കെ? ബ്രൈഡിനെ കുറിച്ച് ഞാൻ ബ്രൈഡാണ്. ഇടയ്ക്കിടയ്ക്ക് ബ്രൈഡ് പറയുന്നുണ്ട് കേട്ടോ. അതാ ബ്രൈഡ് ഇവിടെ ഒരുങ്ങി റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഇതെന്തിനാണ് ഒരുങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തായിരുന്നു ഇന്നത്തെ പരിപാടി രാവിലെ? ഒരു പരിപാടി, പ്രത്യേകിച്ച് പരിപാടിയൊന്നും നമ്മളിങ്ങനെ പരിപാടി ഉണ്ടാക്കലാണല്ലോ. അപ്പൊ രാവിലെ നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് അവർ ഡ്രസ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ തന്ന് അവർ പോയി. ഇനി നമുക്ക് വൈകിട്ട് മെഹന്തി ഫംഗ്ഷൻ ഉണ്ട്. നാളെ ഇനി മെഹന്തി ഫംഗ്ഷൻ. നാളെ അറബിക് നൈറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു നൈറ്റ്. പിന്നെ നമുക്ക് മറ്റന്നാളെ കല്യാണം, റിസപ്ഷൻ. എന്റെ പൊന്നോ, അങ്ങനെ സച്ചു കല്യാണം കഴിക്കാൻ പോകും. സച്ചുവിന്റെ കല്യാണം എപ്പോഴാണ്? എനിക്ക് കല്യാണം കഴിക്കാൻ പോകും. കൊറേ പേർക്ക് സച്ചുവിന്റെ കല്യാണം കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കായിരുന്നു. അങ്ങനെ ഒരു 2 വർഷം മുന്നേ ആയിരുന്നു കമന്റ് ബോക്സ് മൊത്തം സച്ചുവിനെ കിട്ടിക്കുന്നില്ലേ, സച്ചുവിനെ മറന്നു. കാരണം ഞാൻ പോയതോടുകൂടി സച്ചുവിനെ കാണുന്നില്ലല്ലോ. മറ്റേ ഇങ്ങനെ സച്ചുവിനെ വീഡിയോയിൽ കാണുമ്പോ ഈ കൊച്ചിനെ എന്താ കിട്ടിക്കാത്ത, ഇതിനെ കെട്ടിക്കണില്ലേ, ഇതെന്നെ എന്നെ കാണാൻ ഭംഗിയുണ്ടോ? അത്ര ഭംഗിയൊന്നും ഇല്ല. എന്റെ കൂടെ നീ വെയിൽ വെട്ടത്ത് വെച്ചിട്ടില്ല. ഇവള് മുന്നേ നിൽക്കണോണ്ടാണ് ഇവള് ഭംഗി കഴിക്കുന്നത്. ഇവിടെ ഞാൻ മുന്നേ നിൽക്കാം, കണ്ട? ഇപ്പൊ എന്നെ ഭംഗിയാണ്. ശരി, എന്റെ റോസപ്പൊക്കെ കൊള്ളാമോ? അപ്പൊ ഞാൻ ഭംഗിയുണ്ട് കേട്ടാ, സുന്ദരിയായിട്ടുണ്ട്. എന്റെ ഡ്രസ്സ് അവളുടെ ഡ്രസ്സ് മാച്ചാണ് കേട്ടോ. ഒരു മാച്ചില്ല, എന്റെ ഡ്രസ്സ് എല്ലാം എടുത്ത് ഇട്ടേക്കുക. എന്നിട്ട് എന്റെ ഡ്രസ്സ് ഇവക്ക് വേണം, എന്റെ പൂ ഇവളുടെ കൊച്ചിനും വേണം. എല്ലാരും കൂടി എന്നെ ഒരുക്കുന്നേ ഇല്ല. ഞാൻ അതിലോട്ടാ നോക്കിയത്, ഇതിലല്ലേ കുഴപ്പമില്ല. എവിടെയൊക്കെ നോക്കി, ഇതിൽ നോക്കിയാൽ മതി, അതിൽ നോക്കിയാൽ കോമൺ. അപ്പൊ ഞാനിനി ഒന്ന് പുറത്തോട്ട് ഇറങ്ങാണ്. കാരണം എന്റെ ഡ്രസ്സൊക്കെ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. തയ്യക്കട എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഒന്നും മതി. ഇവിടെ ഡ്രസ്സൊന്നും ഇല്ല. ഇനിയിപ്പോ ഞാൻ ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരണം. അഫീൽ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അഫീൽ ഇപ്പൊ ഇവിടെ നിന്ന് എല്ലാവരും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരും, പാപ്പാലായിട്ട് വരുന്നുണ്ട്. താഴെ ഫുള്ള് ബഹളമാണ്. അവിടെ അറ്റ്മോസ്ഫിയറാണ്. അങ്ങനെ അതൊക്കെയാണ് കാര്യങ്ങള്. ഇനിയിപ്പോ നമ്മള് മൈലാഞ്ചി ഇടാൻ വേണ്ടി ഒരുങ്ങണം. അതന്നെ. ഇനിയിപ്പോ നമ്മള് ഒരുങ്ങാനുള്ള ബ്ലൗസ് കടയിലാണ്, അത് പോയി വാങ്ങണം. കുപ്പിവെള്ളം വാങ്ങണം, കുറെ സാധനങ്ങൾ വാങ്ങണം. എനിക്ക് കമ്മലില്ല, സാധനങ്ങളില്ല, ഒന്നുമില്ല. എനിക്ക് ഇവളോട് ഞാൻ പറഞ്ഞു ആണ് ഇതൊക്കെ റെഡിയാക്കി വെക്കാൻ. എനിക്കും ഇല്ല കമ്മല്. ബ്രൈഡാണ് പോലും, ബ്രൈഡിന് ഇതൊക്കെ വാങ്ങി വെച്ചൂടെ? ഇല്ല, ഞാൻ നട്ടുച്ച വെയിലെത്തി ഇവക്ക് കമ്മല് വാങ്ങിക്കാൻ പോവാ. ഇവൾ ഒരൊറ്റ സാധനം വാങ്ങിയിട്ടില്ല. ഇവക്ക് ഡ്രസ്സ് തുണി എടുത്ത് തയ്പ്പിച്ചത് ഞാൻ, മാല വാങ്ങിയത് ഞാൻ, കമ്മല് വാങ്ങിയത് ഞാൻ, പിന്നെ ഇവളുടെ കൊച്ചിനുള്ള 4 ഡ്രസ്സും തയ്പ്പിച്ചത് ഞാൻ. അത് പിന്നെ പോട്ടെ, അത് എന്റെ കൊച്ചായതുകൊണ്ട് ഞാൻ സഹിച്ച്. അത് പോരാനിട്ട് ഇവക്കും. അങ്ങനെ എന്നിട്ട് കുറ്റം മാത്രം ഞാൻ വീണ്ടും കേൾക്കണം. അവ ഡ്രസ്സൊക്കെ കടയിൽ ഇരിപ്പുണ്ട് കേട്ടോ. പോയി വാങ്ങിയിട്ട് വരട്ടെ, എന്നിട്ട് നോക്കട്ടെ. എന്നിട്ട് കുറ്റം ഉണ്ടെങ്കിൽ ബാക്കി ഞാൻ അപ്പൊ കൊടുക്കും. അപ്പൊ ശരി കേട്ടോ, ഞാൻ പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം. നമുക്ക് ബാക്കി പരിപാടികളൊക്കെ എന്നെ അടുത്ത ലുക്കില് കാണാം. നിങ്ങളുടെ കല്യാണമല്ല, ഓൾ ഗ്യാങ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ജോർജിയൻ ഇറക്കുമതി ചെയ്തതാണ്. ഞങ്ങൾ റീലെടുത്തിട്ട് വരാം. വീട്ടിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, രാത്രിയായാലേ കാണുള്ളൂ. ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. കല്യാണം ആയതുകൊണ്ട് തന്നെ ആമസോണിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് വാഷ് വാങ്ങി, അതുപോലെ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഐബ്രോ പാലറ്റും, അതുപോലെ ഈ ഒരു മേക്കപ്പ് ഫിക്സറും വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാങ്ങിയിട്ടുള്ളത് മാമാഅർത്തിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത്. പിന്നെ അവസാനമായിട്ട് മേബലിൻ ഈ ഒരു കൺസീലറും കൂടെ വാങ്ങിയിട്ടുണ്ട്. ആമസോണിലാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര സെയിലൊക്കെ നടക്കുകയാണ്. 6 to 10 സെപ്റ്റംബറിലായിട്ട് ഈ ഒരു സെയിലുള്ളത്. സോ ഈ ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും.
നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. നല്ല ഓഫറിൽ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിക്കോട്ടോ. ഞങ്ങളിവിടെ എല്ലാവരും സെറ്റായിട്ടാണ്. കല്യാണപ്പെണ്ണ ഇവിടെ മൈലാഞ്ചി പെണ്ണേ മണവാട്ടി പെണ്ണേ പാട്ടിട് എന്ന് പറയുന്നത് ഇവരാരും പാട്ടിട്ട് വരുന്നില്ല. എനിക്ക് പാട്ടില്ല. ഞാൻ കല്യാണം മനുഷ്യ ഇന്നിവിടെ മുണ്ട് ഷർട്ട് ഇടണ്ടേ? എവിടെ നിങ്ങളുടെ മുണ്ട് ഷർട്ട്? കാര്യം പറയാനുണ്ട്, എനിക്കൊരു കുറ്റം പറയാനുണ്ട്. ഞാൻ ഇതുവരെ പോയിട്ടുള്ള എല്ലാ കല്യാണത്തിനും ഞാനാണ് എല്ലാ ഓളം ഉണ്ടാക്കുന്നതും എന്റെ കല്യാണത്തിന് മാത്രം എന്താണ് നിങ്ങളൊക്കെ ഇങ്ങനെ അലമ്പ് കാണിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞങ്ങളൊക്കെ കാശ് ചെലവാക്കി നിന്റെ കല്യാണത്തിന് ഇവിടെ ഒരു കല്യാണ പെണ്ണ് ഒരുങ്ങാണ്. എന്താ മെഹന്തി? സച്ചുവിന്റെ മെഹന്തി ആർട്ടിസ്റ്റ്. ഞാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മെഹന്തി ഇട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മൾ പഴയ കാലത്ത് ആ ഒരു കല്യാണമൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യലാണല്ലോ. സോ ഞങ്ങളും ആ ഒരു ട്രെൻഡ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമായിരുന്നു. എന്തോ ഒരു ഭയങ്കര ഒരു ഫീലായിരുന്നു. നമ്മൾ ആ പഴയ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ ആയിരുന്നു കേട്ടോ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ടായേ. പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി അടിപൊളിയായിരുന്നേ. ശരിക്കും നമ്മൾ കല്യാണത്തിനേക്കാളും ഒരുപാട് എൻജോയ് ചെയ്യുന്നത് ഈ കല്യാണത്തിൻ്റെ മുന്നത്തെ ദിവസങ്ങളൊക്കെയാണെന്ന് പറയുന്നത് ഭയങ്കര സത്യമായിട്ടാണ്. കാരണം കല്യാണ ദിവസം എനിക്ക് ഓർമ്മ തന്നെ ഇല്ല എന്താ കാണിച്ചതെന്നുള്ളത്. പക്ഷേ നമ്മളുടെ മെമ്മറിയിൽ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് ബ്രൈഡിൻ്റെ കാര്യം എനിക്കറിയില്ല. ബ്രൈഡിന് ചിലപ്പോൾ കല്യാണ ദിവസം തന്നെ ആയിരിക്കും സ്പെഷ്യലായിട്ടുള്ളത്. പക്ഷെ നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളായിരിക്കും കേട്ടോ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളത്. ഞങ്ങളിന്ന് എല്ലാവരോടും സാരി ഉടുക്കാനാട്ടോ പറഞ്ഞിട്ടുണ്ടായത്. അതായത് പഴയ സാരികൾ കേട്ടോ. നമ്മുടെ പണ്ടത്തെ സാരികളൊക്കെ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. എല്ലാവരും പഴയ സാരി ഉടുത്ത് ആ ഒരു ലുക്കിൽ വരാൻ പറഞ്ഞിട്ടുണ്ടായേ. കുറച്ച് പേരൊക്കെ മാത്രമേ അങ്ങനെ വന്നിട്ടുണ്ടായുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്നത്തെയും പോലെ തന്നെ സാധാ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായേ. സാരി ഉടുക്കാതെ വന്നേക്കുന്ന കൊച്ചു കുട്ടികളാണ് ഇവര്. നല്ല കുട്ടിയാണ്. സാരി കൊടുത്തിട്ടുണ്ട്. എന്റെ കല്യാണത്തിന്റെ ഒന്നും അല്ല. എന്താണ് നാണം? പഴയ കല്യാണ പെണ്ണിനൊക്കെ വെച്ചിട്ട് എവിടെ നാണം? അടുത്തൂടെ പോകാത്ത ആള് നോക്കട്ടെ, നാണം കാണട്ടെ. നാണമാണ് ഗൈസ്. ഇവ മൈലാഞ്ചിട്ടാ കണ്ടേ. ഹലോ ഗൈസ്. അപ്പൊ മുണ്ടൊക്കെ കൊടുത്ത് നിൽക്കട്ടാ. കണ്ടാല് കാണിച്ചോ? ഞാൻ കാണിച്ചൊന്നും കൊടുത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഇൻസ്റ്റഗ്രാമിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് റീൽസ് ഒക്കെ എടുക്കായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ കല്യാണത്തിന്റെ കുറച്ച് മൊമെന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്ത് കുറച്ച് റീൽസ് ഒക്കെ എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ മറക്കാണ്ട് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് വെക്കാം കേട്ടോ. ഈ വീഡിയോസ് ഒക്കെ ഓൾറെഡി ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കാം. എൻ്റെ ഇൻസ്റ്റാ ഐ ഡിയിൽ നോക്കിയാൽ മതി കേട്ടോ. മൈ ലൈഫ് ട്യൂബ് എന്നാട്ടോ ഇൻസ്റ്റാ ഐ ഡി. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ റീൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഫുള്ളി പ്ലാൻ ചെയ്തതും എല്ലാവരെയും പിടിച്ച് നിർത്തുന്നതൊക്കെ
ഒക്കെ സച്ചു തന്നെ കേട്ടോ. അവളുടെ കല്യാണം ആണെങ്കിലും അവൾ തന്നെ ആയിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിട്ടുണ്ടായത്. അതായത് അവൾക്ക് കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ വേണം, അവളുടെ കല്യാണം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ അവൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവളുടെ ഇഷ്ടത്തിന് തന്നെയാണ് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫോട്ടോ അങ്ങനെ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സച്ചു മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറച്ചു നേരം വെറുതെ കറങ്ങി നടക്കാറുണ്ട്. എന്താണ് കല്യാണമായിട്ട് എനിക്ക് പറയാനുള്ളത്? നിങ്ങളുടെ കല്യാണം ഒന്നുകൂടെ കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ലല്ലേ? എവിടെ നിങ്ങളുടെ ട്രോഫി എവിടെ? ശരി. അല്ല ഇതെന്താണ് ഇവിടെ? മോനെന്താണ് കുഞ്ഞാവേ ആയിപ്പോയാ? ഇപ്പൊ പെണ്ണു വന്നൊന്നും പറഞ്ഞിട്ട് എനിക്ക് തല കുത്തണ്ട. കുത്തിക്കോ കുത്തിക്കോ. നോക്കിയാ ഇവ ഇവിടെ ഭയങ്കര ഡാൻസിലാട്ടാ. ഇപ്പൊ മമ്മച്ചി വന്നൊന്നും പറഞ്ഞിട്ട് നാളെ കറുപ്പേ പിള്ളേർക്കൊക്കെ റിയാസിക്കേ കറുപ്പല്ലേ? എങ്ങനെയുണ്ട് സച്ചു മൈലാഞ്ചിയുടെ എക്സ്പീരിയൻസ്? നല്ല രസമല്ലേ ഇങ്ങനെ കൈ നീട്ടിപ്പിടിച്ചിരിക്കാൻ? അതിനേക്കാൾ രസമല്ലേ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ? ആളുടെ ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടം. കുറെ നേരമായിട്ടോ, പാവുണ്ട്. നമ്മളാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പോയി നമ്മള് ഇട്ട് ഇപ്പൊ എന്താ പറയാ, ഇട്ട് മാക്സിമം നമ്മള് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നമ്മുടെ സൈഡിൽ നിന്ന്. പണ്ട് എല്ലാവർക്കും മൈലാഞ്ചി ഇട്ട് കൊടുത്തോണ്ടിരുന്ന അക്കശിയാണ്. ഞാനായിരുന്നു ഇവിടുത്തെ ഒഫീഷ്യൽ മൈലാഞ്ചി ഇടൽ ആർട്ടിസ്റ്റ്. പണ്ട് പൈസ ഇല്ലാത്ത മൈലാഞ്ചി. ഇപ്പൊ മൈലാഞ്ചി ഇടല് ഞാൻ നിർത്തി, ഞാൻ തന്നെ ഇട്ടിട്ടില്ല. ഇപ്പൊ പക്ഷെ ആരും അങ്ങനെ പണ്ടത്തെ പോലെ മൈലാഞ്ചി ഇടുന്നില്ലല്ലേ കല്യാണത്തിന്. ഇപ്പൊ ഇവിടെ പണ്ട് ഇങ്ങനെ ഒരു കല്യാണം വരെ കല്യാണത്തിന് ഫുള്ള് മൈലാഞ്ചി എല്ലാരും ഇട്ടില്ലേ? അതെല്ലാവർക്കും ഒക്കെ ചെയ്തു കൊടുക്കുന്ന. എനിക്ക് അങ്ങനെ ഇടണമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും വല്ല കുഞ്ഞു പൂവല്ല മനസ്സിലാക്കാൻ അങ്ങനെ. അപ്പൊ സച്ചു കല്യാണം കഴിക്കാൻ പോണേ? അക്കച്ചി എനിക്ക് ശരിക്കും എന്ത് തോന്നിയെന്നറിയോ, നമ്മളിങ്ങനെ റിഹേഴ്സൽ ഒക്കെ ചെയ്യൂലേ കല്യാണത്തിന് മുന്നേ, അതേപോലെ തോന്നി. ഞാൻ ശരിക്കും കല്യാണം കഴിക്കാൻ എനിക്ക് തോന്നുന്നത് എന്നാ നമുക്ക് റിഹേഴ്സൽ ആകുമ്പോ കല്യാണം. ഞാൻ ഈ വേഷം ഇട്ടിട്ട് തന്നെ എനിക്ക് അങ്ങനെ സച്ചു ഡാൻസ് കളിക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ട് സച്ചു തന്നെ ആട്ടെ ഇവിടെ എല്ലാരും കൂടെ വാ നിക്ക് ഫോട്ടോ എടുക്കാൻ നിക്ക്. ഞാൻ പണ്ട് എല്ലാവരുടെയും കല്യാണത്തിന് ഞാനാണ് ഓടിച്ചാടി നടന്ന് എല്ലാരെയും കൊണ്ടുവരുന്നത് നിർത്തിക്കുന്നതും ഒക്കെ. അപ്പോഴേ ഞാൻ ഓർക്കുമായിരുന്നു എന്റെ കല്യാണത്തിൽ ഇതൊക്കെ ആര് ചെയ്യുമെന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് അതിന് ആൻസർ കിട്ടി. അവളെന്നെ കല്യാണത്തിന് അതൊക്കെ ഞാൻ തന്നെ ചെയ്യും. ഞാൻ ചെയ്തു കേട്ടോ സച്ചു. നീ കോപ്പ് ചെയ്യും, പറയുന്നതൊക്കെ ചെയ്യും ഇവര്, പക്ഷെ അല്ലാണ്ട് സ്വയം ഇനിഷ്യേറ്റീവ് എടുത്തൊന്നും ചെയ്യും. ആ സച്ചു അല്ലേ ഫുള്ള് പ്ലാൻ ചെയ്യുന്നത്. സച്ചു എത്ര നാളോട് തുടങ്ങിയാന്നറിയോ സച്ചുവിന്റെ കല്യാണത്തിനുള്ള പ്ലാനിങ്? കിട്ടാൻ വേണ്ടി നടന്ന പെണ്ണിനെ പോലെ. അങ്ങനല്ല, കല്യാണം ഉറപ്പിച്ചിട്ട് സച്ചു കല്യാണത്തിന്റെ എന്താ പറയാ 6 മാസം കിട്ടി. അപ്പൊ 6 മാസം ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും, ലാസ്റ്റ് മിനിറ്റിലേക്ക് ഞാൻ ഒന്നും വെക്കില്ല എന്നൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ നമ്മളെ തലേന്ന് വരെ നമ്മളിവിടെ നോട്ടായിരുന്നു. എന്നാലും കൊറേയൊക്കെ സെറ്റ് ആയല്ലേ. അത്രയും നേരത്തെ ഇറങ്ങിയോണ്ട് ഇപ്പോഴേക്കും അതന്നെ. അങ്ങനെ അപ്പൊ അതാ മൈലാഞ്ചി ഇട്ടൽ പുരോഗമിച്ചോണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് കുറച്ച് ഡാൻസ് പ്രാക്ടീസ് സെക്ഷൻ നടക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഇനി അങ്ങോട്ട് പോയിട്ട് ഡാൻസ് ഒക്കെ പഠിക്കട്ടെ. നാളെ ഡാൻസ് ഒക്കെ കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ മറ്റേ പഴയ കലാതിലകാണ്, കലാവാസനയൊക്കെ പുറത്തെടുക്കട്ടെ. അപ്പൊ പരിപാടികൾ നടക്കട്ടെ കേട്ടാ. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. അമ്മ സുന്ദരികളല്ലേ, നമ്മുടെ സൗന്ദര്യം മക്കൾക്ക് കൊച്ചുമക്കൾക്ക് കിട്ടാതെ അശോ എന്ത് പറ്റിയ? എനിക്ക് കിട്ടില്ല അമ്മയുടെ സൗന്ദര്യം. ഒന്ന് കാണിച്ചു കൊടുത്ത തന്നെ. താടി കിട്ടി, ഇത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവർക്കും കൊടുത്തിരിക്കാം. അയ്യോ കല്യാണ വീട് കാണിച്ചു കൊടുത്തില്ല. കല്യാണ വീട് നോക്കൂ, നമ്മുടെ വീട്ടിൽ ലൈറ്റ് ഒക്കെ ഇട്ടു സെറ്റായി. നമ്മൾ കല്യാണ വീട്ടിൽ വന്നു. ഇപ്പോഴാണ് ശരിക്കും കല്യാണം വരാൻ തോന്നുന്നുണ്ട്. ലൈറ്റ് ഒക്കെ വന്നാലും നമുക്കൊരു കല്യാണ വൈബൊക്കെ വരുന്നുണ്ട്. ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടേ. ഇത് കാണിച്ചു തരാം. കഴിഞ്ഞ കേസ് തള്ളൽ കഴിഞ്ഞു. ഉമ്മച്ചിക്ക് എന്താ പറയാനുള്ള മോളുടെ കല്യാണമായിട്ട്? നാണം വന്നു. അലാംച്ചിക്ക് എന്താ പറയാനുള്ളേ? ഇവരൊന്നും പറയാത്ത ആൾക്കാരാണ്. അമ്മക്ക് എന്താ അമ്മ പറയാനുള്ളേ കൊച്ചുമോളുടെ കല്യാണമായിട്ട്?
വളരെ വളരെ സന്തോഷമുണ്ട്. എന്ന് വെച്ചാല് ഇങ്ങനെ പറ, ആദ്യം കിട്ടിയ കൊച്ചിന് കിട്ടിയ പോലെ നല്ല പയ്യനെ തന്നെ കിട്ടിയതുകൊണ്ട് ആദ്യം കിട്ടിയ ഒരു പയ്യൻ നല്ല പയ്യൻ തന്നെ. അത്ര മാറ്റാണ്. അമ്മ കേട്ടില്ല. നല്ല മോന. ഇതോ ഒരു രീതിയിൽ അവനൊരു കുറ്റവും എനിക്ക് പറയാനില്ല. ഞാൻ കണ്ടിടത്തോളം. കണ്ടെടുത്തോളം അവിടെയാണ് പോയിന്റ്. ഒരു മിനിറ്റ് എനിക്ക് ഭയങ്കര സൗണ്ട് അമ്മ. ഒരു മിനിറ്റ് അമ്മ. ഒന്നും കൂടെ പറഞ്ഞോ. തള്ളിക്കോ പറഞ്ഞോ. എനിക്ക് വയ്യറാ. എന്താണ് മരുമോനെ പറ്റി അഭിപ്രായം? എന്റെ മരുമോനെ ഏറ്റവും എന്റെ കൊച്ചു മരുമോനെ നല്ല മോനാണ്. ഞാൻ കണ്ട കാലം തൊട്ട് നല്ല ഒരു കുഞ്ഞാണത്. സുഹൃത്തുക്കളെ, ഈ പറഞ്ഞത് എന്നെ പറ്റിയാണ്. ഒരുപാട് ചെയ്തിട്ടുണ്ട്. കല്ലിലുണ്ണിയാണ്. കണ്ണിലെ കുരുവാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പെയ്ഡ് പ്രൊമോഷൻ ആണ്. എന്താണല്ല, അവിടെയാണ് ഇതിന്റെ ഹൈലൈറ്റ്. നല്ലത് പറയുന്നത് ഉമ്മാക്കാണ് അത്ഭുതം. ഇവനെ പറ്റിയോ? പറഞ്ഞു കൊടുക്കണ്ടേ? നല്ല മോനാണ്. കണ്ടെടുത്തോളം അത് പറയും. കണ്ടെടുത്തോളം അത്രേ കണ്ടിട്ടുള്ളൂ. ഞാൻ പറ്റിടത്തോളം പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പോഴത്തെ അന്ന് തൊട്ട് ഇതുവരെ നല്ല മോൻ തന്നെ. നല്ല മോൻ തന്നെ. എന്ന് തരാന്ന് പറഞ്ഞു അവളെന്ന്. വയസ്സ് ചെന്ന അവന്റെ സ്നേഹം മാത്രം. അയ്യോ ഒന്ന് സ്നേഹിച്ചേ കഫി. കഴിച്ചായിരുന്നോ? ചപ്പാത്തി കഴിക്കാം. ഇവക്ക് എന്താ പറയാനുള്ള ദീദിയുടെ കല്യാണത്തിനെ പറ്റി? ഒന്നും പറയാനില്ല. അതെന്താടാ? എന്തെങ്കിലും പറയും. ഞാൻ ആദ്യം നിർമ്മിടാതാണ്. അഫി ആദ്യമായിട്ടാട്ടാ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. എങ്ങനെയുണ്ട് അഫി? വീട് എങ്ങനെയുണ്ട്? സമയം രാത്രി 1:30 മണി. ഇവിടെ ഇപ്പോഴും ഫോട്ടോഷൂട്ട് നടക്കാട്ടാ. മാറ്റല്ലേ, തിരിച്ചു പിടിച്ചിട്ടായിരുന്നു. ഇങ്ങോട്ട് നീട്ടടിക്കാൻ കൈ. ഉമ്മച്ചിയുടെ സാരി ആട്ടാ ഇത്. ഉമ്മച്ചിയുടെ കല്യാണ സാരിയാണ്. ഉമ്മച്ചി സാരി എടുത്ത് നിൽക്കുന്ന ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം. നല്ല അലമ്പായിട്ടുണ്ടാവും. ഉമ്മച്ചിക്ക് ശരിക്കും ഈ സാരി ഇഷ്ടമായിരുന്നില്ല കേട്ടോ. ഉമ്മച്ചിക്ക് ഉമ്മച്ചിയുടെ കല്യാണ സാരി തീരെ ഇഷ്ടമായിരുന്നില്ല. പക്ഷേ ഈ സാരിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഇതിൻ്റെ തന്നെ ബ്ലൗസായിരുന്നു. അതിൻ്റെ ഷോളാണെങ്കിലും ഈ ഒരു കളർ തന്നെ ആയിരുന്നു കേട്ടോ. ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് തന്നെ ആയിരുന്നു. അപ്പോൾ മൊത്തത്തിലൊരു അങ്ങനത്തെ ഒരു ഷെയ്ഡായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഗ്രീനും കൂടെ വന്നപ്പോൾ ഭംഗിയില്ലേ. പിന്നെ ഇപ്പോഴത്തെ കല്യാണം പോലെ ഒന്നും അല്ലല്ലോ. ഉമ്മച്ചിയുടെ കല്യാണ ഫോട്ടോയിലൊക്കെ ഉമ്മച്ചി ആകെ കരയാൻ പോണ പോലെ ആട്ടോ നിന്നിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളിങ്ങനെ ചിരിച്ച് ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോഴല്ലേ ആ ഫോട്ടോയ്ക്കാണെങ്കിലും ഒരു ഭംഗി ഉണ്ടാവുക. പക്ഷെ പണ്ടത്തെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കല്യാണ ഫോട്ടോസൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. എന്തോ കൊല്ലാൻ വേണ്ടി പിടിച്ച് നിർത്തിയേക്കണ പോലെയാണ് എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത്. സച്ചു രാത്രി 2 മണിക്കാട്ടാ. ഇപ്പോഴും ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടില്ല. ഉണ്ട് സച്ചു. ഒരു കല്യാണം കഴിക്കേണ്ട ഒരു അവസ്ഥയെ അല്ലേ? ഒരാള് കാട്ടിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് ട്രൗസറൊക്കെ ഇട്ട് നിന്നിട്ട് ഫോട്ടോ എടുക്കാട്ടാ. സമയം നോക്കൂ. ഉച്ചയ്ക്ക് 1:45 രാത്രി 1:45. ഈ പെണ്ണെന്താ ഡ്രസ്സ് പറത്തെ? ഞങ്ങൾ ഉറങ്ങട്ടെ ഗൈസ്. ബാക്കി നമുക്ക് നാളെ കാണാം. നാളെ നമ്മുടെ മൈലാഞ്ചി കൊള്ളാമോ? ഞാൻ ചോദിച്ചായിരുന്നല്ലോ അല്ലേ, മൈലാഞ്ചി കൊള്ളാമോ? ഭംഗിയുണ്ടോ? യെസ്, ഭംഗിയുണ്ട്. മൈലാഞ്ചിയും ഭംഗിയുണ്ട്, പെണ്ണിനെയും ഭംഗിയുണ്ട്. പിന്നെ പെണ്ണ് ഓൾറെഡി സുന്ദരി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നാളെ വേറെ ലുക്കില് കാണാം. Till then, take care. Bye bye. നാളെ വേറെ പണിയുമായി നമുക്ക് വരാം. എന്നെ ഞാൻ കാണിക്കൂല. ഞാൻ ഡ്രസ്സൊക്കെ മാറി. ബൈ ബൈ.